ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി, ലൈഫ് കോച്ച് ആൻഡ് സക്സസ് കോച്ച്. അപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് ഡേ 8 കഴിഞ്ഞ 7 ദിവസത്തെയും പ്രാക്ടീസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ തീർച്ചയായും അത് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. അതായത് ഇത്രയും ദിവസം നമ്മൾ പ്രാക്ടീസുകൾ ചെയ്തു, പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. നമ്മൾ എത്ര വലുതായാലും എത്ര മുതിർന്നാലും പല ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് കൊണ്ടിരിക്കുകയാണെങ്കിലും കൂടെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുഞ്ഞുണ്ട്. ഒരു 5 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ള പ്രായം, 5 മുതൽ ഇങ്ങോട്ടുള്ള പ്രായമാണ് ശരിക്കും നമുക്ക് ഓർമ്മ വെച്ച കാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിലൂടെ പല മുറിവുകളും കടന്നു വന്നിട്ടുണ്ടാവും, പല വിഷമങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് പേടിച്ച നിമിഷങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മെ ഉപദ്രവിച്ചതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അതിപ്പോഴും ഒരു നീറ്റലായി മുറിവായി മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ വലിയൊരാളായി, നമ്മൾ ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ട്, പല ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു സുരക്ഷിതത്വ ബോധമില്ലായ്മ, ഈ ഒരു സ്നേഹമില്ലായ്മ എല്ലാം നിങ്ങളെ വേട്ടയാടുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്തി നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല. ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ല എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ സക്സസ് ആയ വ്യക്തിയാണെങ്കിലും കൂടെ നിങ്ങൾ ഒന്നും ആഴത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്നില്ല. അതിന് കാരണം നിങ്ങളുടെ കുഞ്ഞുനാളിൽ നിങ്ങൾക്ക് ഏറ്റവും മുറിവുകളാണ്. ഈ മുറിവുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ അത് ഉണക്കുക. അതാണ് ഈ മിറർ വർക്കിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഉള്ളിലുള്ള ആ കുഞ്ഞിനെ നമ്മൾ ഇന്ന് കണ്ണാടി നോക്കി കണ്ടുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ട, അതായത് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കാതെ പോയ കെയറിങ്ങും സ്നേഹവും നമ്മൾ ആ കുഞ്ഞിന് നൽകുകയാണ് ഈ ഒരു പ്രാക്ടീസിലൂടെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു മിറർ എടുക്കുക, എന്നിട്ട് നമ്മൾ അതിൽ നമ്മെ കാണുക. നമ്മെ കാണുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് നമ്മളുടെ ഇപ്പോഴത്തെ ഈ രൂപമല്ല. നമ്മൾ ഒരു 5 വയസ്സാകുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ രൂപം, അത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആ ഒരു കൊച്ചു കുഞ്ഞിനോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക? ശരിക്കും ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ശരിക്കും എന്താ വേണ്ടത്? അവർക്ക് ലാളനയും കെയറും സ്നേഹവും സുരക്ഷിതത്വ ബോധവും ഒക്കെയാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് അതൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ കണ്ണാടി നോക്കി ആ കുഞ്ഞിനോട് സംസാരിക്കാൻ പോവുകയാണ്. നമ്മളുള്ളൊരു പേരൻറ്റും ഉണ്ട്, ഒരു കൊച്ചു കുഞ്ഞുണ്ട്. അപ്പോൾ കണ്ണാടി എടുക്കുക, എന്നിട്ട് നമ്മെ കാണുക. അതായത് 5 വയസ്സുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇരുന്നത് ആ ഒരു രൂപം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കണ്ണാടി നോക്കി ഇപ്രകാരം പറയുക: നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നിനക്ക് വേണ്ട കെയറിങ്ങും സ്നേഹവും ഒക്കെ ഞാനിപ്പോൾ നൽകുകയാണ്. നമ്മുടെ പേര് വിളിച്ചിട്ട് വേണം പറയാൻ. പേര് വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ പേര് വീണ എന്നാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ വേറൊരു പേര് വിളിക്കുന്നില്ല എങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പേര് അതിനിടുക. ഓക്കെ, അപ്പോൾ നമ്മൾ പേരിടുന്ന സമയത്ത് ചിന്നൂന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും പേരിടുക. ചെറിയ ആൺകുട്ടികളാണെങ്കിൽ കുട്ടനോ വാവേന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് നമ്മൾ അതിലിട്ടിട്ട് ജസ്റ്റ് ഒരു പേര് നമ്മൾ കൊടുത്തിട്ട് അതായത് നമ്മുടെ ഉള്ളിൽ നമ്മളെ ചെറുപ്പകാലത്തിലെ കുഞ്ഞിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനോട് സംസാരിക്കുക: പാവേ, നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് ഞാനുണ്ട്. ഓക്കെ, നിനക്ക് ഞാനുണ്ട്. നിനക്ക് കെയറിങ്ങും സ്നേഹവും ഒക്കെ തരാൻ ഞാനുണ്ട്. നിനക്ക് എന്താണ് വേണ്ടത്? നിൻ്റെ ആഗ്രഹം എന്താണ്? അത് നീ എന്നോട് പറയണം. നിനക്ക് എല്ലാ കെയറിങ്ങും സ്നേഹവും ഞാൻ നൽകും. ഞാനുണ്ട് നിൻ്റെ കൂടെ എപ്പോഴും. നീ ഒറ്റയ്ക്കല്ല. നീ എനിക്കറിയരുത്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ഏറ്റവും മുറിവ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ വേദനയൊക്കെ ചിലപ്പോൾ വന്ന് വരും. അപ്പോൾ ഒരു ടവലൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ തുടയ്ക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? മിറർ നോക്കി പറയുക. എന്നിട്ട് നീ പറയുക: നിനക്ക് എന്താണ് ആഗ്രഹം? അത് ഞാൻ നടത്തി തരും. ഒരു കൊച്ചു കുഞ്ഞിനേക്കാളോട് നമ്മളെങ്ങനെ സംസാരിക്കുക? സ്നേഹവും കെയറിങ്ങും ഒക്കെ കൊടുത്ത് അതിനൊന്ന് തലോടിയിട്ടൊക്കെ, അല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലെ കൊച്ചു കുഞ്ഞിനോട് നമ്മൾ മിറർ നോക്കി സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക.
മിറർ നോക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ചെറുപ്പകാലത്തെ നമ്മെ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുക. ഐ ലവ് യു സോ മച്ച്. നിനക്ക് ഞാനുണ്ട്, ആരില്ലെങ്കിലും നിനക്ക് ഞാനുണ്ട്. നിനക്ക് എന്താണ് ആഗ്രഹം അത് നടത്തിത്തരാൻ ഞാനുണ്ട്. നീ ആരെയും ആശ്രയിക്കേണ്ടതില്ല, ഞാനുണ്ട് നിൻ്റെ കൂടെ, എല്ലാ കാലവും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക ആ കൊച്ചു കുഞ്ഞിനെ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ് 7-8 യെസ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, മുന്നോട്ട് നല്ല രീതിയിൽ ഉയർന്നു പോകാൻ സാധിക്കുന്നത്. അതായത് നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുന്നതെന്നർത്ഥം. അപ്പോൾ 8ാമത്തെ ദിവസത്തെ പ്രാക്ടീസ് ഇന്നർ ചൈൽഡാണ്. അടുത്ത 9th ഡേയ്സിലെ പ്രാക്ടീസുമായി അടുത്ത വീഡിയോയിൽ തീർച്ചയായും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അതായത് ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ ആഡാകുക. അതിലൊരുപാട് പ്രാക്ടീസുകളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ ഗ്രൂപ്പിലാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.